തിരഞ്ഞെടുപ്പ് ചിത്രം തെളിയുന്നു. 47 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു BJP. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ നേമത്തും കെ സുരേന്ദ്രൻ മഞ്ചേശ്വരത്തും മത്സരിക്കും. വട്ടിയൂർക്കാവിൽ R ശ്രീലേഖ, കഴക്കൂട്ടത്ത് V മുരളീധരൻ, തിരുവല്ലയിൽ അനൂപ് ആന്റണി, പാലക്കാട് ശോഭ സുരേന്ദ്രൻ, പൂഞ്ഞാറിൽ PC ജോർജും പാലായിൽ ഷോൺ ജോർജും മത്സരിക്കും. CC മുകുന്ദൻ MLA നാട്ടികയിൽ സ്ഥാനാർത്ഥിയാകും. മുകുന്ദൻ BJP അംഗത്വം സ്വീകരിച്ചത് തൃശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിലെത്തി. കണ്ണൂർ CPM-ൽ പൊട്ടിത്തെറി. തളിപ്പറമ്പിൽ CPM സ്ഥാനാർത്ഥി PK ശ്യാമളയ്ക്കെതിരെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TK ഗോവിന്ദൻ മത്സരിക്കും. പാർട്ടിക്ക് ധാർമ്മികത നഷ്ടമായെന്നും MV ഗോവിന്ദൻ അഴിമതി നടത്തിയെന്നും TK ഗോവിന്ദൻ. പയ്യന്നൂരിൽ സ്വതന്ത്രനായി കുഞ്ഞികൃഷ്ണനും മത്സരരംഗത്ത്. പാലായിൽ ജോസ് കെ മാണി LDF സ്ഥാനാർത്ഥി. 12 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് കേരള കോൺഗ്രസ് M. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ കേരള കോൺഗ്രസ് M-ൽ പൊട്ടിത്തെറി. എറണാകുളം ജില്ലാ പ്രസിഡന്റ് ടോമി ജോസഫിന്റെ നേതൃത്വത്തിൽ ഒരു വിഭാഗം പാർട്ടി അംഗത്വം രാജിവെച്ചു. SNDP-യിലെ അയോഗ്യതാ വിധിക്കെതിരെ വെള്ളാപ്പള്ളിയുടെ ഹർജി ഹൈക്കോടതിയിൽ. തുടർച്ചയായി റിട്ടേൺ സമർപ്പിച്ചില്ലെന്ന സിംഗിൾ ബെഞ്ച് കണ്ടെത്തൽ തെറ്റെന്ന ഹർജിയിൽ. നവീൻ ബാബു മരണത്തിൽ തുടരന്വേഷണത്തിന് തലശ്ശേരി സെഷൻസ് കോടതിയുടെ ഉത്തരവ്. PP ദിവ്യയുടെ ഫോൺ വിവരങ്ങൾ മുഴുവൻ ശേഖരിക്കാൻ നിർദ്ദേശം. ഉത്തരവ് നവീൻ ബാബുവിന്റെ ഭാര്യയുടെ ഹർജിയിൽ. ആശ്വാസവിധിയെന്ന് കുടുംബം. സ്വർണ്ണക്കൊള്ളക്കേസ് പ്രതിയെ പത്മകുമാറിനെ പാർട്ടിയുടെ എല്ലാ ചുമതലകളിൽ നിന്നും നീക്കി. തീരുമാനം CPM പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ. തെറ്റ് ചെയ്തിട്ടില്ലെന്ന പത്മകുമാറിന്റെ വിശദീകരണം സമഗ്രമായി പരിശോധിക്കും. കുറ്റപത്രം സമർപ്പിച്ച ശേഷം മാത്രം മറ്റു നടപടികൾ. 47 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് BJP. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ നേമത്തും കെ സുരേന്ദ്രൻ മഞ്ചേശ്വരത്തും മത്സരിക്കും. തൃശൂരിൽ പത്മജ വേണുഗോപാൽ, പൂഞ്ഞാറിൽ PC ജോർജ്, കാഞ്ഞിരപ്പള്ളിയിൽ കേന്ദ്രമന്ത്രി ജോർജ് കുര്യനും മത്സരിക്കും. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും ജിഷ്ണു ചേരുന്നുണ്ട്. ജിഷ്ണു, അംഗത്തിനൊരുങ്ങുകയാണ് BJP. പ്രചാരണമൊക്കെ സജീവമാണല്ലോ. പക്ഷേ A ക്ലാസ് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. വിവരങ്ങൾ എന്ത്? 47 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെയാണ് ഇപ്പോൾ BJP പ്രഖ്യാപിച്ചിട്ടുള്ളത്. BJP-യുടെ കേന്ദ്ര നേതൃത്വം കഴിഞ്ഞ ദിവസം ചേർന്ന പാർലമെന്ററി ബോഡി യോഗം അംഗീകരിച്ച സ്ഥാനാർത്ഥികളുടെ പട്ടികയാണ് നിലവിൽ പ്രഖ്യാപിച്ചത്. അതിൽ തിരുവനന്തപുരത്ത് പരിശോധിക്കുമ്പോൾ നേമത്താണ് BJP-യുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ മത്സരിക്കുന്നത്. നേരത്തെ തന്നെ അക്കാര്യത്തിലൊരു വ്യക്തത വന്നിരുന്നു. ഒപ്പം വട്ടിയൂർക്കാവിൽ R ശ്രീലേഖ മത്സരിക്കും. കഴക്കൂട്ടത്ത് മുൻ കേന്ദ്രമന്ത്രി V മുരളീധരനാണ് മത്സരിക്കുന്നത്. കാട്ടാക്കടയിൽ PK കൃഷ്ണദാസും BJP-ക്ക് വേണ്ടി ജനവിധി തേടും. കൂടാതെ മഞ്ചേശ്വരത്ത് കെ സുരേന്ദ്രൻ മത്സരിക്കും. മുൻ സംസ്ഥാന അധ്യക്ഷൻ. നേരത്തെ മഞ്ചേശ്വരത്ത് മത്സരിച്ചിട്ടുള്ള നേതാവാണ്. അവിടെ ചുരുങ്ങിയ വോട്ടുകൾക്കായിരുന്നു നേരത്തെ മണ്ഡലം കെ സുരേന്ദ്രനെ കൈവിട്ടുപോയത്. അവിടെ വീണ്ടും കെ സുരേന്ദ്രൻ കളത്തിലിറങ്ങുകയാണ്. കൂടാതെ കോഴിക്കോട് നോർത്തിൽ നവ്യ ഹരിദാസ്, കോഴിക്കോട് സൗത്തിൽ T റനീഷ്, രണ്ടുപേരും കോഴിക്കോട് കൗൺസിലർമാരാണ്. ബേപ്പൂരിൽ അവിടെ കോഴിക്കോട് ജില്ലാ അധ്യക്ഷൻ KP പ്രകാശ് ബാബുവാണ് ബേപ്പൂരിൽ മത്സരിക്കുന്നത്. കൂടാതെ പാലക്കാട് ശോഭ സുരേന്ദ്രൻ മത്സരിക്കും. തൃശൂരിൽ പത്മജ വേണുഗോപാൽ തുടങ്ങിയ വലിയ നേരത്തെ തന്നെ ഏകദേശം വ്യക്തമായിട്ടുള്ള BJP-യുടെ A ക്ലാസ് മണ്ഡലങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള സ്ഥാനാർത്ഥികളെയാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. കാഞ്ഞിരപ്പള്ളിയിൽ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ മത്സരിക്കും. പൂഞ്ഞാറിൽ PC ജോർജും പാലയിൽ ഷോൺ ജോർജുമാണ് BJP-ക്ക് വേണ്ടി ജനവിധി തേടുന്നത്. 47 സ്ഥാനാർത്ഥികളെയാണ് ഇപ്പോൾ ആദ്യഘട്ടത്തിൽ. ഇന്നലെയാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനമുണ്ടായത്. ഇന്ന് വൈകിട്ടത്താകുമ്പോഴേക്കും BJP ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടികയിൽ 47 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അശ്വിൻ. ശരി ജിഷ്ണു, 47 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് BJP. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ നേമത്തും കെ സുരേന്ദ്രൻ മഞ്ചേശ്വരത്തും മത്സരിക്കും. തൃശൂരിൽ പത്മജ വേണുഗോപാലാണ് മത്സരിക്കുക. വിവരങ്ങളാണ് ജിഷ്ണു നൽകിയത്. മറ്റു വാർത്തയിലേക്ക്. പാലായിൽ ജോസ് കെ മാണി സ്ഥാനാർത്ഥി. കേരള കോൺഗ്രസ് M പ്രസിദ്ധീകരിച്ച സ്ഥാനാർത്ഥി പട്ടികയിലാണ് ജോസ് കെ മാണി ഉൾപ്പെടെ 12 സ്ഥാനാർത്ഥികളുടെ പേര് പുറത്തുവിട്ടത്. ഇടുക്കിയിൽ റോഷി അഗസ്റ്റിൻ, കാഞ്ഞിരപ്പള്ളിയിൽ ഡോക്ടർ N ജയരാജ്, ചങ്ങനാശ്ശേരിയിൽ അഡ്വക്കേറ്റ് ജോബ് മൈക്കിൾ, പൂഞ്ഞാറിൽ സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ, ചാലക്കുടിയിൽ ബിജു ചിറയത്ത്, റാന്നിയിൽ പ്രമോദ് നാരായണൻ, തൊടുപുഴയിൽ സിറിയക് ചാഴിക്കാടൻ, പിറവം സാബു K ജേക്കബ്, ഇരിക്കൂർ മാത്യു, കുന്നിപ്പള്ളി, കടുതുരുത്തി നിർമ്മല ജിമ്മി, പെരുമ്പാവൂരിൽ ബേസിൽ എന്നിവരാണ് സ്ഥാനാർത്ഥികൾ. കേരള കോൺഗ്രസ് എമ്മിന് വേണ്ടി ഒരു വനിതാ സ്ഥാനാർത്ഥിയായി എന്നത് ശ്രദ്ധേയമാണ്. മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയാണ് കടുതുരുത്തിയിൽ മത്സരിക്കുന്ന നിർമ്മല ജിമ്മി. തൊടുപുഴയിൽ മത്സരിക്കുന്ന സിറിയ ചാഴിക്കാടൻ യൂത്ത് ഫ്രണ്ട്
സംസ്ഥാന പ്രസിഡന്റാണ്. ഇപ്പോൾ ജോസ് കെ മാണി മാധ്യമങ്ങളെ കാണുന്നു. അതിലേക്ക് കൊണ്ടുവരാൻ പലതും പ്രതിപക്ഷം ശ്രമിക്കും, ശത്രുക്കൾ ശ്രമിക്കും, അത് ഓരോ സ്ഥലത്തും ശ്രമിക്കും. പാലായിലും കൊണ്ടുവരും, ഇങ്ങനെയുള്ള നരേറ്റീവ് കൊണ്ടുവരുമല്ലോ, ഇത്രയും നാളെ നരേറ്റീവ് കൊണ്ടുവരും. ഇതെല്ലാം നോക്കിയും എറണാകുളത്ത് ജില്ലാ പ്രസിഡന്റ് ടോമി ജോസഫ് തന്നെയാണ് രാജി പ്രഖ്യാപിച്ചിരിക്കുന്നത്. നിയോജകമണ്ഡലം പ്രസിഡന്റ് രാജിവെച്ചിട്ടുണ്ട്. ടോമി ജോസഫാണ് ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. ടോമി ജോസഫ് നല്ലൊരു പ്രവർത്തകനാണ്, ജില്ലാ പ്രസിഡന്റാണ്. അപ്പോൾ അതിനകത്ത് നമുക്ക് ചില കാര്യങ്ങൾ, നമുക്ക് ചില ആഗ്രഹങ്ങൾ ചിലവർക്ക് കാണും. നമുക്ക് ആ ആഗ്രഹങ്ങൾ നിറവേറ്റാൻ കഴിയാതെ പോയിട്ടുണ്ട്. തീർച്ചയായിട്ടും അദ്ദേഹം എന്തെങ്കിലും വിഷമങ്ങളുണ്ടെങ്കിൽ അത് പറഞ്ഞു തീർക്കാനായിട്ട് ശ്രമിക്കും. 13 സീറ്റ് ഇപ്പോഴും അത് പ്രതീക്ഷയിൽ തന്നെയാണ്. അതിനുള്ള ചില കാര്യങ്ങൾ ഇപ്പോൾ ഞങ്ങളുടെ AKG സെൻറ്ററുമായിട്ട് ചർച്ച ചെയ്തു. ഏതൊക്കെയാലും 12 സീറ്റ്, അതാണ് അല്പം താമസിച്ചു പോയത്. 12 സീറ്റ് നിങ്ങൾ പ്രഖ്യാപിക്കൂ, അത് കഴിഞ്ഞ് നീക്കുപോക്കുകൾ ഉണ്ടെങ്കിൽ നമുക്കത് ചെയ്യാം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ആ നീക്കുപോക്കുകൾ ഉണ്ടാകുമെന്ന് ശ്രമങ്ങൾ തുടരുന്നു. എന്തോ അല്ല, അത് എവിടെയും ആകാം. തിരുവനന്തപുരം സെൻട്രൽ തൊട്ട് കാസർഗോഡ് സെൻട്രൽ വരെ എവിടെയാണെങ്കിലും ആകാം. മുൻപെങ്ങുമില്ലാത്തൊരു സാഹചര്യമാണ്. ഷോൺ ജോർജ് സ്ഥാനാർത്ഥിയാകുന്നു, മാനസി കാപ്പനുണ്ട്. അങ്ങനെ ത്രികോണ മത്സരമാണ് പാലായിൽ ഏറ്റവും ഹൈലൈറ്റ് പോരാട്ടം. അത് എല്ലായിടത്തും ത്രികോണ മത്സരം ഉണ്ടല്ലോ. എല്ലായിടത്തും മിക്കവാറും ഉള്ളിടത്തൊക്കെ NDAയും ഉണ്ട്. അത് അവർക്ക് എവിടെയെങ്കിലും നമുക്ക് മത്സരിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അവരുടെ ഒരു പ്രസൻസ് കാണിക്കണമല്ലോ. അതിപ്പോൾ എല്ലായിടത്തും ഉണ്ട്. അതായിട്ട് കണ്ടാൽ മതി. പിന്നെ ഞാനിവിടെ പറഞ്ഞു, ഒത്തിരി വാഗ്ദാനങ്ങൾ പുറകെ വരും. ആ വാഗ്ദാനത്തിൽ ഈ 10 വർഷത്തിൻ്റെ ഏതെങ്കിലും അതൊന്ന് നിറവേറ്റിയോന്ന് മാത്രം നമ്മുടെ ആളുകളൊന്ന് നോക്കിയാൽ മതി. ജോസ് കെ മാണി മാധ്യമങ്ങളെ കാണുകയായിരുന്നു. കേരള കോൺഗ്രസ് എമ്മിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ പറഞ്ഞു തീർക്കും എന്നാണ് ജോസ് കെ മാണി പറഞ്ഞു വെക്കുന്നത്. മറ്റു വാർത്തകൾ നോക്കാം. കണ്ണൂർ CPMൽ പൊട്ടിത്തെറി. തളിപ്പറമ്പിൽ CPM സ്ഥാനാർത്ഥി PK ശ്യാമളയ്ക്കെതിരെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TK ഗോവിന്ദൻ മത്സരിക്കും. പാർട്ടിക്ക് ധാർമ്മികത നഷ്ടമായെന്നും MV ഗോവിന്ദൻ അഴിമതി നടത്തിയെന്നും TK ഗോവിന്ദൻ ആരോപിക്കുന്നു. പയ്യന്നൂരിൽ സ്വതന്ത്രനായി കുഞ്ഞികൃഷ്ണനും മത്സര രംഗത്തുണ്ട്. ഞങ്ങളുടെ പാർട്ടിയുടെ ഒരു സംഘടനാ രീതിക്കും നിരക്കാത്ത, ഒരു മൊറാലിറ്റിക്ക് ചേരാത്ത തീരുമാനമാണ് വന്നിട്ടുള്ളത്. ഒന്ന്, ഞങ്ങളെ സംഘടനാ രീതി പ്രകാരം നമ്മൾ ഈ സ്ഥാനാർത്ഥി ലിസ്റ്റ് ആദ്യം ചർച്ച ചെയ്ത ജില്ലാ സെക്രട്ടേറിയറ്റാണ്. അപ്പോൾ ജില്ലാ സെക്രട്ടേറിയറ്റിൽ ഈ വിഷയം ചർച്ച ചെയ്തു. അങ്ങനെ വിഷയം ചർച്ച ചെയ്യുമ്പോൾ തളിപ്പ് മണ്ഡലം എത്തിയപ്പോൾ പറഞ്ഞു, അത് നമുക്കൊരു മണ്ഡലം സ്ത്രീയെ മത്സരിപ്പിക്കണം കണ്ണൂരിൽ. അപ്പോൾ അത് തളിപ്പറമ്പിലായിരിക്കണം, അത് PK ശ്യാമളയായിരിക്കണം. ഇത് നമ്മളെ ജില്ലാ സെക്രട്ടറി വെച്ച നിർദ്ദേശമാണ്. നമ്മൾ കേട്ടു. പയ്യന്നൂരെത്തിയപ്പോൾ അവിടെ മത്സരിക്കുന്നത് മധുസൂദനായിരിക്കണം എന്നും നിർദ്ദേശം വെച്ചു. ഈ 2 നിർദ്ദേശത്തോടും കടുത്ത എതിർപ്പ് സെക്രട്ടറിയുടെ അകത്ത് വന്നു. മധുസൂദനൻ എന്തെങ്കിലും മോശക്കാരനായെന്നുള്ളതുകൊണ്ട് ഒന്നുമല്ല. പക്ഷേ മധുസൂദനെ പറ്റി ഒരുപാട് ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. പാർട്ടി അതെല്ലാം അന്വേഷിക്കുകയും ചെയ്തിട്ടുണ്ട്. അന്വേഷിച്ച സമയത്ത് അതിലെന്തെങ്കിലും കാതലുണ്ട് എന്ന് പാർട്ടി കണ്ടെത്തിയാലേ കരുതുകയോ ചെയ്തിട്ടില്ല. പക്ഷേ ആരോപണം ഉന്നയിച്ച ആളുണ്ട്, കുഞ്ഞികൃഷ്ണൻ. കുഞ്ഞികൃഷ്ണൻ പറയുന്നത് പാർട്ടിയുടെ കണ്ടെത്തൽ ശരിയല്ല. കാരണം അത്രയേറെ 2-3 വർഷ കണക്കുകളുടെ കാര്യം പ്രസ് ക്ലബ്ബ് പത്രക്കാരോട് ബിയേരാനും KK രാഗേഷൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ആവർത്തിക്കുന്നില്ല. അങ്ങനെയൊക്കെ ആ കണക്കിൽ തയ്യാറാക്കിയ കണക്കിൽ കുഞ്ഞികൃഷ്ണന് വിശ്വാസമില്ല. കുഞ്ഞികൃഷ്ണൻ പറയുന്ന ആ കണക്ക് ശരിയല്ല, കണക്ക് ഇന്നതാണ്. ഈ തർക്കം വന്നു. അത് പൊതുവെ നോക്കിയാൽ പയ്യന്നൂരെ ജനങ്ങൾക്കിടയിൽ, പാർട്ടിക്കിടയിൽ കുഞ്ഞികൃഷ്ണൻ പറയുന്ന കണക്കിലാണ് വിശ്വാസം, പാർട്ടി വെച്ച കണക്കിലല്ല. അത് ജനങ്ങൾക്കിടയിൽ മാത്രമല്ല, അവിടുത്തെ പാർട്ടിയിൽ അതിൽ വിശ്വാസമില്ല. ഇപ്പോ അവിടെ പാർട്ടി ജില്ലാ സെക്രട്ടറി ജയരാജൻ, അതുപോലെ തന്നെ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർമാർ പ്രകാശ് മോഷൻ, ഞാനൊക്കെ പലതവണ ആ കമ്മിറ്റിയിൽ പങ്കെടുക്കുകയും താഴെ കമ്മിറ്റിയിൽ പങ്കെടുക്കുകയും ചെയ്തിട്ടുള്ള ആളാണ്. ഒക്കെ വിശദീകരിക്കുകയും ചെയ്യില്ല. പക്ഷെ അപ്പോഴും കുഞ്ഞികൃഷ്ണന് ബോധ്യമില്ല. പക്ഷെ ആ ഒരു ബോധ്യക്കുറവ്
ജനങ്ങളിൽ നിലനിൽക്കുന്നുണ്ട്. വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്നും ജോസഫ് ചേരുന്നു. ജോസഫ്, സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ കണ്ണൂർ CPM-ൽ കലാപക്കൊടി ഉയരുന്നു എന്നുള്ളതാണ് വലിയ വിമർശനമാണ് TK ഗോവിന്ദൻ ഉന്നയിക്കുന്നത് എന്നത് ശ്രദ്ധേയമാണല്ലോ. അശ്വതി, കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TK ഗോവിന്ദനാണ് ഇത്തരത്തിൽ വലിയ രീതിയിൽ പാർട്ടിയിലെ വിഭാഗീയതയും പാർട്ടിയിലെ പ്രശ്നങ്ങളും തുറന്നു പറഞ്ഞപ്പോൾ പാർട്ടിയുടെ പുറത്തേക്ക് വന്നിരിക്കുന്നത് PK ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് ഉയർത്തി വന്ന ചർച്ചകളും അതൊക്കെ നമ്മൾ കണ്ടതാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള വിഭാഗീയതയുണ്ട് എന്നുള്ള കാര്യങ്ങളെല്ലാം വാർത്തകളായി പുറത്തു വന്നതാണ്. അത് ശരിവെക്കുന്ന തരത്തിലാണ് ഇപ്പോൾ TK ഗോവിന്ദൻ, മുതിർന്ന പാർട്ടി അംഗമാണ്, 60 വർഷക്കാലമായി പാർട്ടി മെമ്പർഷിപ്പിൽ ഉള്ള ഒരാളാണ്, ഇത്തരത്തിലൊരു ഗൌരവപൂർവ്വമായിട്ടുള്ള ആരോപണങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിനെതിരെ ഉന്നയിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇതിൽ പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യം, പാർട്ടിയിൽ പണ്ടെങ്ങും ഇല്ലാത്ത വിധം ഒരു തരത്തിൽ ചങ്ങാതിത്ത മുതലാളിത്തത്തിന്റെയും സംഘടനാ തത്വങ്ങൾ ലംഘിക്കുന്ന തരത്തിൽ സംഘടനാ പ്രവർത്തനങ്ങളും മൂല്യച്ചൊഴി വന്ന രീതിയിൽ ധാർമ്മികതയും എല്ലാം ഈ പാർട്ടിയിൽ കടന്നുകൂടിയിരിക്കുന്നു. ഇത് ചിലരുടെ മാത്രം വ്യക്തി താൽപര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പാർട്ടിയായി മാറി കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നുള്ള വലിയ രീതിയിലുള്ള വിമർശനമാണ് ഉയർത്തിക്കൊണ്ടുവന്നത്. PK ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വം മാത്രമല്ല, പല വിഷയങ്ങളിലും ഈ PK ഗോവിന്ദൻ നിലപാടുകൾ വ്യക്തമാക്കുകയുണ്ടായി. കഴിഞ്ഞ കാലങ്ങളിൽ പാർട്ടിയിൽ എന്താണ് സംഭവിച്ചതെന്നുള്ളതിനെക്കുറിച്ചാണ് കൃത്യമായ വിവരങ്ങൾ ഇന്ന് മാധ്യമപ്രവർത്തകരോട് മുന്നിൽ വിശദീകരിച്ചതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇദ്ദേഹം പറഞ്ഞത് സംഘടനാ രീതിക്കും ധാർമ്മികതയ്ക്കും ചേരാത്ത കാര്യങ്ങൾ ഇപ്പോൾ പാർട്ടിയിൽ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. തളിപ്പറമ്പിലെയും പയ്യന്നൂരിലെയും സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ ജില്ലാ സെക്രട്ടേറിയറ്റിലും സംസ്ഥാന സെക്രട്ടേറിയറ്റിലും ഉൾപ്പെടെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ നേരിടേണ്ടി വന്നു. അതായത് ജില്ലാ സെക്രട്ടേറിയറ്റിൽ 3 പേർ മാത്രമാണ് PK ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വത്തെ അംഗീകരിച്ചത്. ബാക്കി എല്ലാവരും എതിർത്തിട്ട് പോലും PK ശ്യാമളയ്ക്ക് ഈ സ്ഥാനാർത്ഥിത്വം നൽകാൻ MV ഗോവിന്ദൻ മാഷ് കടും പിടുത്തം പിടിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്. യോഗ്യരായ പലരും ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ മത്സരിപ്പിക്കാൻ, ഇത്തരത്തിൽ PK ശ്യാമളയെ മത്സരിപ്പിക്കാൻ MV ഗോവിന്ദൻ വലിയ രീതിയിലുള്ള കടും പിടുത്തം നടത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും TK ഗോവിന്ദൻ വ്യക്തമാക്കുന്നത്. ഒരു അർഹതയും ആ സ്ഥാനത്തേക്ക് വരാൻ PK ശ്യാമളയ്ക്കില്ല. അതിനു മുന്നോടിയായി ഈ ആന്തൂർ നഗരസഭ ചെയർപേഴ്സൺ ആയിരുന്ന കാലത്ത് ഈ സാജന്റെ മരണവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള വെളിപ്പെടുത്തലുകൾ ഇന്ന് TK ഗോവിന്ദൻ നടത്തി. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, താൻ ആ കസേരയിൽ ഇരിക്കുന്നിടത്തോളം കാലം താൻ ആ കൺവെൻഷൻ സെന്റർ തുറക്കുകയില്ല എന്ന് സാജനോട് പറയുകയും അതിന്റെ മനോവിഷമത്തിലാണ് സാജൻ ആത്മഹത്യ ചെയ്തതെന്നുമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇതിന്റെ പാർട്ടിയുടെ ശക്തി കേന്ദ്രത്തിൽ അന്ന് ഏരിയ സെക്രട്ടറി ആയിരുന്ന ആള് തന്നെ ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഈ PP ദിവ്യയുടെ കാര്യത്തിലും PK ശ്യാമളയുടെ കാര്യത്തിലും പാർട്ടി 2 തരത്തിലുള്ള നയമാണ് എടുത്തത്, ഇരട്ടത്താപ്പ് നയമാണ് സ്വീകരിച്ചതെന്ന് TK ഗോവിന്ദൻ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. മാത്രവുമല്ല, സ്പോൺസർഷിപ്പ് വഴി MV ഗോവിന്ദൻ മാസ്റ്റർ 1.5 കോടി രൂപ അധികം, അതായത് കോടിക്കണക്കിന് രൂപ സമ്പാദിച്ചിട്ടുണ്ട് എന്നുള്ള വലിയ ഗുരുതരമായ ആരോപണങ്ങൾ കൂടി ഈ ഘട്ടത്തിൽ ഉയർത്തിക്കൊണ്ടുവരികയാണ് TK ഗോവിന്ദൻ. എന്തായാലും സ്ഥാനാർത്ഥിത്വം മാത്രമല്ല, പാർട്ടിയിലെ മൂല്യച്ചൊഴികൾക്കും ധാർമ്മികതയിൽ ഉണ്ടാകുന്ന വീഴ്ചകൾക്കെല്ലാം വലിയ രീതിയിൽ വിമർശനങ്ങൾ ഏറ്റിട്ടും ഏകാധിപത്യ സ്വഭാവമാണ് MV ഗോവിന്ദൻ മാസ്റ്റർ സ്വീകരിച്ചതെന്നുള്ള വലിയ വിമർശനമാണ് ഉയർത്തിക്കൊണ്ടുവരുന്നത്. പിണറായി വിജയൻ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ MV ഗോവിന്ദന്റെ തിട്ടൂരത്തിന് വഴങ്ങുന്നതെന്ന് തനിക്ക് മനസ്സിലാകുന്നില്ല എന്നുകൂടി അദ്ദേഹം പറയുകയുണ്ടായി. എന്തായാലും ഈ പയ്യന്നൂരിലെ ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ചില ആരോപണങ്ങൾ അദ്ദേഹം ശരിവെക്കുന്നുണ്ട്. അതായത് കണക്ക് അവതരിപ്പിക്കുന്നതിലെ വീഴ്ച മാത്രമല്ല, TI മധുസൂദന്റെ ഭാഗത്ത് ഗുരുതരമായ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ 6 മാസത്തിലധികം ഇദ്ദേഹത്തെ ഏരിയ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തിയത്. അത് സാമാന്യ ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാകില്ലേ എന്ന കാര്യമാണ് TK ഗോവിന്ദൻ പറഞ്ഞിട്ടുള്ളത്. മാത്രവുമല്ല, ഇതുമായി ബന്ധപ്പെട്ട് ഈ സ്ഥാനാർത്ഥി ചർച്ചകളുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുള്ള കൃത്യമായ ചർച്ചകളും നടന്നിട്ടില്ല. ഉൾപാർട്ടി ജനാധിപത്യം ഉണ്ടെന്ന് പറയുമ്പോഴും പക്ഷേ ഏകാധിപത്യ നിലപാടുകളാണ് സ്വീകരിച്ചു പോകുന്നത്. ഒരു തരത്തിലും ഉൾപാർട്ടി ജനാധിപത്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഇല്ല എന്നുള്ള കാര്യമാണ് അദ്ദേഹം പ്രധാനമായും പറഞ്ഞു വെച്ചത്. എന്തായാലും അതുമാത്രമല്ല, കടുത്ത വിഷമത്തോടു കൂടിയാണ് തന്റെ 60 വർഷത്തെ ഇത്തരത്തിലുള്ള ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായിട്ടുള്ള പ്രവർത്തനം ഭാഗികമായിട്ടാണെങ്കിലും അവസാനിപ്പിക്കുന്നത്. പക്ഷേ മത്സരിക്കേണ്ടി വന്നൊരു ഘട്ടം എന്ന് പറയുന്നത് PK ശ്യാമളനെ കെട്ടിയിറക്കാനുള്ള MV ഗോവിന്ദൻ മാസ്റ്ററുടെ അതിയായ താല്പര്യമാണ്. ഒരു തരത്തിലും ജനപ്രീതി ഇല്ലാത്ത ആളെ കെട്ടിവെൽക്കുന്ന ഒരു സമീപനമാണ് ഉണ്ടായിരിക്കുന്നത് എന്നുള്ള ഗുരുതരമായ ആരോപണങ്ങൾ കൂടി ഇദ്ദേഹം ഉന്നയിച്ചിട്ടുണ്ട്. അശ്വതി.
ശരി, വിശദമായ വിവരങ്ങളാണ് കണ്ണൂരിൽ നിന്നും ജോസഫ് നൽകിയത്. കേരള കോൺഗ്രസ് എം സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ പാർട്ടിയിൽ പൊട്ടിത്തെറി. എറണാകുളം ജില്ലാ പ്രസിഡന്റ് ടോമി ജോസഫിന്റെ നേതൃത്വത്തിൽ ഒരു വിഭാഗം പാർട്ടി അംഗത്വം രാജിവെച്ചിരിക്കുന്നു. പാർട്ടി സജീവ പ്രവർത്തകർക്ക് അവസരം ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് രാജി. പിറവത്തും പെരുമ്പാവൂരും കോൺഗ്രസുകാർക്ക് സീറ്റ് നൽകിയെന്ന് പ്രവർത്തകർ ആരോപിക്കുന്നു. തെരഞ്ഞെടുപ്പിൽ UDF-നെ പിന്തുണയ്ക്കാനാണ് രാജിവെച്ചവരുടെ തീരുമാനം. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും AT അശ്വതി ചേരുന്നുണ്ട്. അശ്വതി, അല്പസമയം മുമ്പ് ജോസ് കെ മാണി മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് പാർട്ടിക്കുള്ളിൽ അത്തരത്തിലൊരു പ്രശ്നവുമില്ല, എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പറഞ്ഞു തീർക്കും എന്നുള്ളതാണ്. ഇപ്പോൾ ഈ പാർട്ടിയിൽ നിന്നും രാജിവെച്ച് പോയവർ UDF-നെ പിന്തുണയ്ക്കും എന്നതാണ് അറിയാൻ കഴിയുന്നത്. അവരുടെ തീരുമാനവും അതുതന്നെ. തീർച്ചയായും അശ്വതി, ഇപ്പോൾ എറണാകുളം ജില്ലാ പ്രസിഡന്റാണ്, കേരള കോൺഗ്രസ് എം ജില്ലാ പ്രസിഡന്റാണ് മാധ്യമപ്രവർത്തകരെ വിളിച്ച് തങ്ങളുടെ രാജി കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. അദ്ദേഹത്തിനോടൊപ്പം തന്നെ 4 പേർ ഉണ്ടായിരുന്നു. മറ്റ് മണ്ഡലം പ്രസിഡന്റുമാർ ഏകദേശം 10 പേർ ഈ സമാനമായ രീതിയിൽ ഇവർക്കൊപ്പം ഉണ്ട് എന്നാണ് ഇപ്പോൾ എറണാകുളം ജില്ലാ പ്രസിഡന്റ് വ്യക്തമാക്കുന്നത്. അതായത് പ്രധാനമായും എറണാകുളം ജില്ലയെ സംബന്ധിച്ച് പെരുമ്പാവൂരും പിറവും 2 മണ്ഡലങ്ങളാണ് കേരള കോൺഗ്രസ് എമ്മിനുള്ളത്. പക്ഷേ ഈ 2 മണ്ഡലങ്ങളിലേക്കും വന്നിരിക്കുന്ന സ്ഥാനാർത്ഥികൾ എന്ന് പറയുന്നത് കോൺഗ്രസിൽ നിന്ന് കേരള കോൺഗ്രസ് എമ്മിലേക്ക് വന്ന ആളുകളാണ്. കേരള കോൺഗ്രസ് എമ്മിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ സമയത്തും പിറവം സീറ്റിനെ സംബന്ധിച്ച് അത് പേയ്മെന്റ് സീറ്റാണ് എന്നത് സംബന്ധിച്ച് വലിയ വിവാദങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ തന്നെ ഈ പിറവവും അതുപോലെ തന്നെ പെരുമ്പാവൂരും കേന്ദ്രീകരിച്ച് ഈ പാർട്ടിക്കകത്തുള്ള ആളുകൾ വലിയ രീതിയിൽ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു. ഈ പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു. പക്ഷേ അതൊന്നും വകവയ്ക്കാതെ ഈ അടുത്ത കാലത്തായി കോൺഗ്രസിൽ നിന്ന് വന്നിട്ടുള്ള ആളുകളെ ഇത്തരത്തിൽ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിക്കുന്നത് ഒട്ടും ഉചിതമല്ല. അതിൽ പ്രതിഷേധിച്ചാണ് ഇത്തരത്തിൽ എറണാകുളം ജില്ലാ പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ, കേരള കോൺഗ്രസ് എം പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ രാജിവെച്ച് പുറത്തേക്ക് പോകുന്നത്. ഒരു വിമത സ്ഥാനാർത്ഥിയായിട്ടൊക്കെ നിൽക്കുമോ എന്നൊരു ചോദ്യത്തിന് അത്തരത്തിലല്ല അവരുടെ നീക്കം. UDF സ്ഥാനാർത്ഥികളെ പിന്തുണയ്ക്കുക എന്നതാണ് നിലവിലുള്ള തീരുമാനം. മാത്രമല്ല ഈ പ്രശ്നങ്ങളെ സംബന്ധിച്ച് ഈ പുതിയതായിട്ട് കൊണ്ടുവന്നിരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ ആലോചന വന്ന സമയത്ത് തന്നെ ഈ തങ്ങൾക്കുള്ള വിയോജിപ്പ് അറിയിച്ചതാണ്. അതായത് ജോസ് കെ മാണി അറിയിച്ചിട്ടുള്ളതാണ്. പക്ഷെ അതൊന്നും മുഖവിലേക്ക് എടുത്തില്ല എന്നും ഇവർ പറയുന്നുണ്ട്. എന്തായാലും UDF സ്ഥാനാർത്ഥികളെ പിന്തുണയ്ക്കുക എന്നതാണ് ഇവർ ഇപ്പോൾ ഒരു തീരുമാനമായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇത്തരത്തിൽ പാർട്ടിയിൽ അംഗങ്ങൾ ഉണ്ടായിട്ടും കോൺഗ്രസിൽ നിന്ന് വന്ന ആളുകൾക്ക് സീറ്റ് കൊടുക്കുന്നതിൽ വലിയ പ്രതിഷേധം ഇവർ രേഖപ്പെടുത്തുകയാണ്. അങ്ങനെ പാർട്ടിയെ ഒരു വിൽപ്പനച്ചരക്കാക്കി മാറ്റുന്നു എന്നതാണ് ഇവരുടെ ഒരു ആക്ഷേപം. അത് അവർ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നു. എന്തായാലും പിറവം പെരുമ്പാവൂർ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥിത്വത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ അത് മുൻനിർത്തിയാണ് ഇപ്പോൾ വലിയ രീതിയിലുള്ള പൊട്ടിത്തെറി ഉണ്ടാവുന്നതും ഒരു വിഭാഗം കേരള കോൺഗ്രസ് എമ്മിൽ നിന്ന് രാജിവെച്ച് പുറത്തേക്ക് പോകുന്നതും. അശ്വതി, ശരി, വിശദമായ വിവരങ്ങളാണ് AT അശ്വതി കൊച്ചിയിൽ നിന്നും നൽകിയത്. UDF ഘടകകക്ഷിയായ RSP ഇത്തവണ 5 സീറ്റുകളിൽ മത്സരിക്കും. ചവറയിൽ ഷിബു ബേബി ജോൺ മത്സരിക്കും. കുന്നത്തൂർ ഉല്ലാസ് കോവൂർ, ഇരവിപുരം വിഷ്ണു മോഹൻ, ആറ്റിങ്ങൽ സന്തോഷ് ഭദ്രൻ എന്നിവരെ സ്ഥാനാർത്ഥികളായി പ്രഖ്യാപിച്ചു. 4 സീറ്റുകളിൽ വ്യക്തത വന്നിട്ടുണ്ടെന്നും 5ാം സീറ്റായി കാഞ്ഞങ്ങാട് സീറ്റ് ചോദിച്ചിട്ടുണ്ട് എന്നും ഷിബു ബേബി ജോൺ പറഞ്ഞു. ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ ഞങ്ങൾ പാർട്ടിയിലായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയെ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷെ അത് കോൺഗ്രസിന്റെ തീരുമാനം വന്നതിന് ശേഷം മാത്രമേ അത് പ്രഖ്യാപിക്കൂ. 4 സീറ്റിനെ സംബന്ധിച്ച് വ്യക്തത ഉണ്ടായിട്ടുണ്ട്. 5ാമത്തെ സീറ്റിനെ സംബന്ധിച്ചുള്ള ചർച്ചകൾ അവസാന ഘട്ടത്തിലാണ്. ഞങ്ങൾ കാഞ്ഞങ്ങാട് സീറ്റാണ് ഞങ്ങൾ അവസാനം ആവശ്യപ്പെട്ടത്. കോൺഗ്രസ് അതിന്റെ ആലോചനകൾ നടത്തി വരികയാണ്. ഇന്ന് തന്നെ അതിനെക്കുറിച്ചുള്ള വ്യക്തത ഇങ്ങോട്ട് അറിയിക്കുന്ന മുറയ്ക്ക് മട്ടന്നൂർ എന്താണെങ്കിലും RSPക്ക് വേണ്ടാന്ന് അറിയിച്ചിട്ടുണ്ട്. അതിന്റെ പശ്ചാത്തലത്തിൽ അത് കാഞ്ഞങ്ങാട് ഇല്ല എന്നുണ്ടെങ്കിൽ അത് കേരള കോൺഗ്രസുമായിട്ടുള്ള ചർച്ചയിലൊരു ധാരണ അവർ തിരഞ്ഞെടുപ്പ് ഏറ്റെടുക്കുകയാണെങ്കിൽ, കോൺഗ്രസ് ഏറ്റെടുക്കുകയാണെങ്കിൽ കാഞ്ഞങ്ങാടിനായിട്ടാണ് RSPയുടെ ആവശ്യം. ആലുവയിലെ LDF സ്ഥാനാർത്ഥി AM ആരിഫ് പ്രചാരണത്തിനായി കൊച്ചിയിലെത്തി. പാർട്ടി ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ജില്ലാ സെക്രട്ടറി S സതീഷ് ഉൾപ്പെടെയുള്ള നേതാക്കൾ ആരിഫിനെ സ്വീകരിച്ചു. തന്റെ പുസ്തകങ്ങൾ ആരിഫ് ജില്ലാ സെക്രട്ടറിക്ക് കൈമാറി. ജയിക്കുമെന്ന് തികഞ്ഞ ആത്മവിശ്വാസമുണ്ടെന്ന് AM ആരിഫ് പറഞ്ഞു. ആദ്യമായി അരൂരെത്തുമ്പോഴും UDFന്റെ കുത്തക മണ്ഡലമായിരുന്നു അത്. അതുപോലെ ആലുവയും പിടിക്കുമെന്നും ആരിഫ് പറഞ്ഞു. G സുധാകരൻ എന്ന നേതാവിന്റെ അപജയമാണുണ്ടായത്. സുധാകരനെ അനുനയിപ്പിക്കാനുള്ള എല്ലാ നീക്കവും നേതൃത്വം നടത്തിയിരുന്നുവെന്നും അദ്ദേഹം കൊച്ചിയിൽ പറഞ്ഞു. ആരിഫ് വന്നതോടെ കോൺഗ്രസ് ഞെട്ടിയെന്ന് CPM ജില്ലാ സെക്രട്ടറി S സതീഷ് വ്യക്തമാക്കി.
ആലപ്പുഴയിലെ താമസക്കാരനായ ഞാൻ അരൂരിലേക്ക് വന്നതാണ് എൻ്റെ ഓർമ്മ വരുന്നത്. അന്ന് ബഹുമാനപ്പെട്ട ഗൗരിയമ്മ 50-50ഓളം വർഷങ്ങളായി തുടർച്ചയായി പ്രതിദാനം ചെയ്ത മണ്ഡലമാണ് അരൂർ മണ്ഡലം. ആ മണ്ഡലത്തിലേക്കാണ് ആലപ്പുഴയിൽ നിന്നും എന്നെ അരൂരിലേക്ക് CPIM LDFും അയച്ചത്. ആ വിജയം പിന്നീട് 4600 വോട്ടിന് ജയിച്ച ഞാൻ പിന്നീട് 16800 വോട്ടിൻ്റെ ഭൂരിപക്ഷമായും പിന്നീടത് 38,519 വോട്ടിൻ്റെ ഭൂരിപക്ഷമായും ഉയർന്നു. അരൂർ മണ്ഡലത്തിൽ നിന്ന് ആലുവയിലേക്ക് ആകെ ഒരു 29 കിലോമീറ്ററിന് ദൂരേ ഉള്ളൂ. നാട്ടികയിൽ താമര ചിഹ്നത്തിൽ മത്സരിക്കുമെന്ന് CC മുകുന്ദൻ. BJPയിൽ അംഗമായതിൽ സന്തോഷം. പാവപ്പെട്ടവരുടെ പാർട്ടിയാണ് BJP. വലിയ ജനപിന്തുണ പ്രതീക്ഷിക്കുന്നുവെന്നും CC മുകുന്ദൻ അമൃത ന്യൂസിനോട് പറഞ്ഞു. തൃശൂരിൽ നിന്നും ഹരീഷ് നാരായണൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. CC മുകുന്ദൻ MLA അങ്ങനെ BJPയിലേക്ക് ചേർന്നിരിക്കുകയാണ്. അദ്ദേഹം ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അത് കൃത്യമായി കാര്യങ്ങളെല്ലാം അദ്ദേഹത്തോട് ചോദിക്കാം. എന്താണ് ശരിക്കും ഇത്തരത്തിലൊരു മാറ്റത്തിന് കാരണം? ജനങ്ങളോടൊപ്പം നിൽക്കുന്ന ആലോചനയുടെ അടിസ്ഥാനത്തിലാണ് നിൽക്കാനുള്ള സാഹചര്യം ഉണ്ടായത്. ജനങ്ങളൊപ്പം നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ ഒരു സാഹചര്യം ഈ പ്രസ്ഥാനം ഉണ്ടായപ്പോൾ അവരെ കൂടെ നിന്ന് പ്രവർത്തിച്ചു പോകാൻ എൻ്റെ മനസ്സ് വളരെ സന്തോഷത്തോടെ മുന്നോട്ട് പോവുകയാണ്. സ്വാഭാവികമായിട്ടൊരു ചോദ്യം വരുമല്ലോ. കഴിഞ്ഞ ദിവസം വരെ മറ്റൊരു ചിഹ്നത്തിൽ അല്ലെങ്കിൽ മറ്റൊരു പാർട്ടിയിൽ മറ്റൊരു മുദ്രാവാക്യം വിളിച്ച ആ ഒരു സാഹചര്യത്തിൽ പെട്ടെന്ന് ഇങ്ങനെ ഒരു മാറ്റം വരുമ്പോൾ എന്താണ് സ്വാഭാവികമായിട്ടൊരു ചോദ്യം വരും. അപ്പോൾ അതിനെന്താണ് പറയാനുള്ളത്? അതിലൊന്നും പറയാനില്ലെങ്കിൽ വളരെ സന്തോഷകരമായ പോരാട്ടത്തോടെ മുന്നോട്ട് പോകാൻ അവസരം ഉണ്ടാക്കി തന്നിരിക്കുന്നു. മുന്നോട്ട് പോകുന്നു. ഇതിൽ ഹാപ്പിയാണ്. തർക്കമൊന്നുമില്ല. കാര്യം ഇവിടെ മറ്റേ താമര ചിഹ്നത്തിൽ തന്നെ മത്സരിക്കും. തർക്കമില്ലല്ലോ എൻ്റെ അകത്ത്. ഈ കോൺഗ്രസ് ചിഹ്നം വേണ്ടാന്ന് വെച്ചു, പക്ഷെ താമര ചിഹ്നത്തിൽ മത്സരിക്കുകയാണ് തീരുമാനം. കോൺഗ്രസ് മാത്രമല്ലല്ലോ, എൻ്റെ പാർട്ടി അടക്കം വേണ്ടാന്ന് വെച്ചില്ലേ. ഇതിൽ പ്രത്യേകിച്ച് പിന്നെ വേറെ എന്താ പറയാനുള്ളത്? അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകും. ഈ ജനപിന്തുണ എത്രത്തോളം പ്രതീക്ഷിക്കുന്നുണ്ട്? അല്ല, എന്നെ അവഗണിക്കുന്ന ഏത് ആൾക്കാരാവട്ടെ അവർക്കെതിരായി വളരെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ പ്രസ്ഥാനമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നത്. എൻ്റെ ജീവിതം അടക്കം അത് മാത്രമല്ല, സ്മരണം വരെ വെല്ലുവിളിച്ചവരുണ്ട് ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ. അവരൊക്കെ സംരക്ഷിക്കാൻ അവരെ എതിർത്ത് തോൽപ്പിക്കാൻ പറ്റുന്ന ഒരു പ്രസ്ഥാനം എന്ന നിലയിൽ കണക്കാക്കിക്കൊണ്ടാണ് ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ വരാൻ തയ്യാറായത്. തീർച്ചയായിട്ടും അത് തന്നെയാണ്. വലിയ പ്രതീക്ഷയുണ്ട്, അല്ലെങ്കിൽ ജനപിന്തുണ ലഭിക്കും. ഒരു മാറ്റം അനിവാര്യമായ ഒരു സാഹചര്യത്തിലാണ് BJPയിലേക്ക് എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ CC മുകുന്ദൻ പറഞ്ഞത്. വലിയ പിന്തുണയുണ്ട്. നാട്ടികയിൽ താമര ചിഹ്നത്തിൽ തന്നെ BJP സ്ഥാനാർത്ഥിയായി മത്സരിക്കും എന്നുള്ളതാണ് ഇപ്പോൾ CC മുകുന്ദൻ MLA നമ്മോട് പറയുന്നത്. ക്യാമറമാൻ ചന്ദ്രജോസിനൊപ്പം ഹരീഷ് നാരായൺ, അമൃത ന്യൂസ്, തൃശൂർ. അമ്പലപ്പുഴ മണ്ഡലത്തിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കമിട്ട LDF സ്ഥാനാർത്ഥി H. സലാം. മണ്ഡലത്തിൽ LDF-UDF പോരാട്ടമാണ് നടക്കുന്നതെന്ന് പറഞ്ഞ സലാം സുധാകരന് ലഭിച്ച കോൺഗ്രസ് പിന്തുണ എഴുതി തയ്യാറാക്കിയ തിരക്കഥയുടെ ഭാഗമാണെന്നും അമൃത ന്യൂസിനോട് പ്രതികരിച്ചു. കേരളം തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടന്നിരിക്കുകയാണ്. അമ്പലപ്പുഴ മണ്ഡലത്തെ സംബന്ധിച്ച രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്യപ്പെടുന്ന പ്രധാനപ്പെട്ട ഒരു മണ്ഡലമായി അമ്പലപ്പുഴ മാറുകയാണ്. എന്തായാലും അമ്പലപ്പുഴയിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സാരഥി സഖാവ് H. സലാം ഇപ്പോൾ അമൃത വാർത്തകളൊപ്പം ചേരുന്നുണ്ട്. സലാമൊക്കെ എങ്ങനെയാണ് ഒരു വലിയ പ്രതീക്ഷ പ്രചരണം ആരംഭിച്ചിട്ടുണ്ടല്ലോ? ഞങ്ങളിപ്പോൾ ഇന്നാണ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ച ശേഷം ഇന്നിപ്പോൾ പ്രചരണം ആരംഭിച്ചിരിക്കുകയാണ്. പ്രചരണം ആരംഭിക്കാൻ ഇടതുപക്ഷ മുന്നണി തീരുമാനിച്ചത് ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഭക്ഷണം നൽകുന്ന ചടങ്ങ് അവർക്ക് ഭക്ഷണപ്പൊതി കൊടുത്തുകൊണ്ട് ഉദ്ഘാടനം ചെയ്യണമെന്നാണ് ഞങ്ങൾ ആലോചിച്ചത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ എത്തിയത്. എന്നെ സംബന്ധിച്ച് 2017 മുതൽ DYFI എല്ലാ ദിവസവും വിപുലമായി ഇങ്ങനെ കൊടുക്കുന്ന ഈ പദ്ധതി നടന്നു വരുന്നു. അതിനേക്കാൾ 7 മാസം മുമ്പ് ഞാനന്ന് CPIM ഏരിയ സെക്രട്ടറിയായിട്ട് പോകുന്ന സമയമാണ്. അന്ന് അമ്പലപ്പുഴയിലെ DYFI ഇതിൻ്റെ ഒരു ചെറിയ മാതൃക ആലോചിച്ചു. എല്ലാ ഞായറാഴ്ചയും ഒരു കുറച്ചെണ്ണം പൊതി ഇതുപോലെ ശേഖരിച്ച് കൊടുക്കാൻ ആലോചിച്ചു. വളരെ ചെറിയ നമ്പറാണ് അന്ന് കൊടുത്തത്. അങ്ങനെയുള്ളൊരു പദ്ധതി, അതിൽ ആദ്യത്തെ പൊതി നൽകിയത് ഞാനാണ്. അന്ന് ഏരിയ സെക്രട്ടറി നിലയ്ക്ക് എന്നെയാണ് അവർ ക്ഷണിച്ചിട്ട് അത് ചെയ്തത്. അന്ന് തുടങ്ങിയ ആ പൊതിയിൽ നിന്ന് ഇന്ന് 3000-4000 പൊതി ഉൾപ്പെടെ നമ്മുടെ DYFI സഖാക്കൾ ശേഖരിച്ചു കൊണ്ടുവന്ന് മുടങ്ങാതെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അത്തരമൊരു പ്രധാനപ്പെട്ട ഇത്തിരി പുണ്യമായ ഒരു കർമ്മം നിർവഹിച്ചുകൊണ്ട് ഈ തവണത്തെ ഇലക്ഷൻ പ്രചരണം ആരംഭിക്കണമെന്ന് തീരുമാനിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങളിപ്പോൾ ഇവിടെ ഇന്ന് ചിങ്ങോലി മേഖലാ കമ്മിറ്റിയാണ് ഭക്ഷണം കൊണ്ടുവന്നത്. അവരാവശ്യത്തിന് ഭക്ഷണം കൊണ്ടുവന്നിട്ടുണ്ട്. അതിപ്പോൾ വിതരണം ചെയ്ത് കൊണ്ടിരിക്കുകയാണ്. സുധാകരന് കോൺഗ്രസ് പിന്തുണ നൽകുമെന്നാണ് അറിയുന്നത്. എൻ്റെ ആദ്യ പ്രതികരണത്തിൽ ഞാൻ പറഞ്ഞിരുന്നു, ഒരു വലിയ നാടകത്തിൻ്റെ ഒരു രംഗം മാത്രമേ അന്ന് ഉണ്ടായിട്ടുള്ളൂ. ഇനി UDF രംഗം വരാൻ പോകുന്നുണ്ട്, BJP രംഗം വരാൻ പോകുന്നുണ്ട് ഞാൻ പറഞ്ഞിരുന്നു. അന്ന് ഞാൻ പറഞ്ഞ പോലെ തന്നെയാണ് ഇപ്പോൾ രംഗം വാർത്തയിൽ കാണുന്ന കാര്യം.
അതിൽ ഒരു അത്ഭുതമൊന്നും ഇപ്പോൾ അതിന് വകയില്ല ഇപ്പോൾ. കാരണം അങ്ങനെ ഒരു ഡ്രാമ തയ്യാറാക്കപ്പെട്ട് വന്നത് തന്നെയാണെന്ന് പൊതുവെ ജനങ്ങൾക്കെല്ലാം ബോധ്യമാകുന്നൊരു കാര്യമാണ്. ജി ഭുവനേശ്വരനെ കൊലപ്പെടുത്തിയത് നായർ ഗുണ്ടകളാണെന്ന് അവസാനം പറഞ്ഞത്. KSU മാറിയിരുന്നു. ഇപ്പം അതേ സാമുദായിക നേതാക്കളെ കാണാൻ വേണ്ടി പോയിരിക്കുകയാണ്. അത്തരം കാര്യങ്ങളൊന്നും ഞാൻ സ്വാഭാവികമായിട്ട് പ്രതികരിക്കേണ്ടെന്ന് പൊതുവെ ഞാൻ ആലോചിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ വരുന്ന ദിവസങ്ങൾ എങ്ങനെയാണ്? എൻ്റെ ഷെഡ്യൂളായിട്ടുണ്ടോ? ഞങ്ങൾ കൃത്യമായ ഒരു ഇലക്ഷൻ പ്രചരണം ഇന്നലെ ഇപ്പോൾ പ്രഖ്യാപിച്ച് ഒരു മണിക്കൂറിടത്തിൽ അരമണിക്കൂറിനുള്ളിൽ ഞങ്ങൾ റോഡ് ഷോ ആരംഭിച്ചു. കണക്കിന് സഖാക്കളാണ് ഇരുചക്ര വാഹനത്തിലും മറ്റു വാഹനത്തിലുമായി അനുധാവനം ചെയ്തത്. അമ്പലപ്പുഴ എന്ന രാഷ്ട്രീയ പാരമ്പര്യമുള്ള നമ്മുടെ മണ്ഡലത്തിൻ്റെ രാഷ്ട്രീയ സ്വഭാവം നന്നായി പ്രകടിപ്പിക്കുന്ന നിലയിലാണ് ഈ റോഡ് ഷോ തന്നെ നമുക്ക് ആദ്യമേ തുടക്കത്തിലെ ബോധ്യമായിട്ടുള്ള കാര്യം. 2000 കോടിയുടെ വികസന പദ്ധതികളിൽ കഴിഞ്ഞ 5 വർഷക്കാലം നടത്തി. അപ്പോൾ അതിൻ്റെ ഒരു തുടർച്ച ഉണ്ടാകാൻ സാധിക്കുമെന്നാണ് ഞങ്ങളതാണ് ഈ ഇലക്ഷൻ്റെ മുഖ്യമായി മുന്നോട്ട് വെക്കുന്ന കാര്യം. പിണറായി സർക്കാരിൻ്റെ വികസന നേട്ടങ്ങളാണ്. അത് സംസ്ഥാനത്താകെ ഒരു കാലത്തുമില്ലാത്ത പോലെ വികസന മുന്നേറ്റമുണ്ടായി. അതിൻ്റെ ഭാഗമായി ഒട്ടും കുറയാതെ നമ്മുടെ മണ്ഡലത്തിലും വ്യത്യസ്തമായ മേഖലകളിൽ ധാരാളം വികസന പ്രവർത്തനം സംഘടിപ്പിക്കാൻ കഴിഞ്ഞു. അതിനെയും മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ വീണ്ടും ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് അധികാരത്തിൽ വരിക എന്ന കാര്യം പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് ആ രാഷ്ട്രീയം ഞങ്ങൾ മുന്നോട്ട് വെക്കുമ്പോൾ ഞങ്ങളുടെ മത്സരം ഇടതുപക്ഷവും UDFും തമ്മിലുള്ള മത്സരമാണ്. ആ മത്സരത്തിൽ ഇടതുപക്ഷ രാഷ്ട്രീയത്തെ ശരികൊണ്ട് ഇടതുപക്ഷത്തെ വിജയിപ്പിക്കാൻ കഴിയും. ശക്തമായ നിലയിൽ ഞങ്ങൾ വിജയിക്കുകയും ചെയ്യും. അതാണ് 2000 കോടിയുടെ വികസന പദ്ധതികളാണ് കഴിഞ്ഞ 5 വർഷക്കാലം ഈ മണ്ഡലത്തിൽ നടന്നത്. ആ വികസന തുടർച്ച ഈ ഒരു തെരഞ്ഞെടുപ്പിലും ഉണ്ടാകുമെന്ന പ്രതീക്ഷയാണ്. മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികളെ നാളെ പ്രഖ്യാപിക്കും. മലപ്പുറത്ത് ചേർന്ന നേതൃയോഗത്തിൽ സ്ഥാനാർത്ഥിയെക്കുറിച്ചുള്ള ഏകദേശ ധാരണയായി. നാളെ രാവിലെ വിവിധ നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചകൾക്ക് ശേഷം പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തും. അതിനിടെ തിരുവമ്പാടിയും തവനൂരും തമ്മിൽ കോൺഗ്രസുമായി വെച്ചുമാറാൻ ലീഗ് കോൺഗ്രസുമായി ചർച്ച നടത്തും. ചില ആശയവിനിമയം നടത്തൽ ഡൽഹിയായിട്ട് ഞങ്ങളുണ്ടായിരുന്നു. ഇതിന്റെ ഭാഗമാണല്ലോ. ഓരോ ജില്ലയിലും ഓരോ ഡെവലപ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഇല്ല. അതൊക്കെ വെച്ചിട്ട് ചില ചർച്ചകളൊക്കെ നടത്തുന്നുണ്ട്. പക്ഷേ ഫൈനലായിട്ട് ഞങ്ങൾ പറഞ്ഞ മാതിരി ഈ പ്രോസസ്സ് നാളെ കൂടി കണ്ടിന്യൂ ചെയ്യും. അതിൻ്റെ ഇടയിൽ കോൺഗ്രസ് നേതാക്കന്മാരായിട്ട് കോൺടാക്ട് ചെയ്യുന്നുണ്ട്. മറ്റു ഘടകകക്ഷികളൊക്കെ ആയിട്ട് കോൺടാക്ട് ചെയ്യുന്നു. അതിന് ഞങ്ങൾ ഇന്ന് വന്നത് ഭാരവാഹികളാണ്. നാളെ ഇനി ബാക്കിയുള്ള ജില്ലാ ചില ജില്ലകളെ പ്രസിഡന്റുമാരൊക്കെ ഭാരവാഹികളൊക്കെ വിളിക്കേണ്ടത് തുടങ്ങി ഞങ്ങൾ ഭാരവാഹികൾ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തു. പിന്നെ ഓരോരുത്തർക്കും പറയാനുള്ളത് പേഴ്സണലായിട്ട് തന്നെ ഞങ്ങളൊക്കെ വിവരം ധരിപ്പിച്ചു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് സമയമെടുത്തത്. അപ്പോൾ അതിൻ്റെ ഒരു അന്തിമ തീരുമാനം ഈ നാളെയും കൂടി ഒന്ന് വിലയിരുത്തിയിട്ടാണ് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അമ്പലപ്പുഴ മണ്ഡലത്തിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന മുൻ മന്ത്രി ജി സുധാകരൻ ചങ്ങനാശ്ശേരി പെരുന്നയിൽ NSS ആസ്ഥാനത്തെത്തി ജി സുകുമാരൻ നായരുമായി കൂടിക്കാഴ്ച നടത്തി. UDF ഔദ്യോഗികമായി പിന്തുണ പ്രഖ്യാപിച്ചതോടെ മണ്ഡലത്തിൽ സജീവമായ സുധാകരൻ പ്രമുഖ വ്യക്തികളെയും സമുദായ നേതാക്കളെയും നേരിൽ കണ്ട പിന്തുണ തേടുകയാണ്. ഇതിന്റെ ഭാഗമായാണ് NSS ആസ്ഥാനത്തെ സന്ദർശനം. വൈകുന്നേരം 4 മണിയോടെ മാണി സി കാപ്പൻ MLAക്കൊപ്പമാണ് സുധാകരൻ എത്തിയത്. രാവിലെ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനുമായും കൂടിക്കാഴ്ച നടത്തിയിരുന്നു. NSS പത്തനാപുരം താലൂക്ക് യൂണിയന്റെ പുതിയ ഭാരവാഹികൾ ചങ്ങനാശ്ശേരി പെരുന്നയിലെ NSS ആസ്ഥാനത്തെത്തി. ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായരുമായി കൂടിക്കാഴ്ച നടത്തി. കരിക്കകത്ത് തങ്കപ്പൻപിള്ളയുടെ നേതൃത്വത്തിലുള്ള കമ്മിറ്റി ഭാരവാഹികളാണ് പെരുന്നയിൽ എത്തിയത്. ഉച്ചയ്ക്ക് ശേഷമാണ് ഇവർ NSS ആസ്ഥാനത്ത് എത്തിയത്. ജി സുകുമാരൻ നായരുമായി വിശദമായ കൂടിക്കാഴ്ച നടത്തിയ ഇവർ മന്നം സമാധിയിൽ പുഷ്പാർച്ചനയും നടത്തി. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ പ്രതിയായി ജാമ്യത്തിലിറങ്ങിയ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റും CPM പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗവുമായ A. പത്മകുമാറിനെ പാർട്ടിയുടെ എല്ലാ ഔദ്യോഗിക ചുമതലകളിൽ നിന്നും മാറ്റി നിർത്തി. കേന്ദ്ര കമ്മിറ്റി അംഗം ഡോക്ടർ TM തോമസ് ഐസക് പങ്കെടുത്ത പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് തീരുമാനം. കേസിൽ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചതിന് ശേഷം മറ്റ് നടപടികളെക്കുറിച്ച് ആലോചിക്കും. പത്മകുമാറിനെതിരെ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ അത് വലിയ രാഷ്ട്രീയ തിരിച്ചടിയാകുമെന്ന് പത്തനംതിട്ട ജില്ലയിലെ ഒരു വിഭാഗം നേതാക്കൾ നിലപാടെടുത്തു. അഴിമതി ആരോപണ നിഴലിലുള്ള നേതാവിനെ സംരക്ഷിക്കുന്നത് പൊതുജനമധ്യത്തിൽ പാർട്ടിയുടെ പ്രതിച്ഛായ മോശമാക്കുമെന്ന വിലയിരുത്തലിനെ തുടർന്നാണ് ഈ അടിയന്തര നീക്കം.
SNDP യോഗം ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും അയോഗ്യനാക്കിയതിനെതിരെ അപ്പീലുമായി വെള്ളാപ്പള്ളി നടേശൻ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകി. തുടർച്ചയായ റിട്ടേൺ സമർപ്പിച്ചില്ല എന്ന സിംഗിൾ ബെഞ്ചിന്റെ കണ്ടെത്തലിൽ തെറ്റുണ്ടെന്നും അതുകൊണ്ട് അയോഗ്യത നിലനിൽക്കില്ലെന്നുമാണ് അപ്പീലിലെ വെള്ളാപ്പള്ളിയുടെ വാദം. SNDP യോഗം സംസ്ഥാനത്തിന് പുറത്തും പ്രവർത്തിക്കുന്ന കമ്പനിയാണെന്നാണ് അപ്പീലിലെ വെള്ളാപ്പള്ളി നടേശന്റെ വാദം. ദേശീയ ട്രിബ്യൂണലിൽ മാത്രമാണ് കമ്പനി ഡയറക്ടർമാരെ അയോഗ്യരാക്കാൻ ആകുക എന്നും അപ്പീലിൽ പറയുന്നു. ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ തുടരന്വേഷണത്തിന് ഉത്തരവിട്ട് കോടതി. PP ദിവ്യയുടെ മുഴുവൻ ഫോൺ വിവരങ്ങളും ശേഖരിക്കാൻ നിർദ്ദേശം. നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ നൽകിയ ഹർജിയിലാണ് തലശ്ശേരി ജില്ലാ സെഷൻസ് കോടതിയുടെ വിധി. ശരിയായ തെളിവുകൾ ശേഖരിച്ചില്ലെന്നും പ്രശാന്തനിൽ നിന്നും കൈക്കൂലി വാങ്ങിയെന്ന് വ്യാജ കേസ് നിർമ്മിക്കാൻ ശ്രമിച്ചുവെന്നുമായിരുന്നു ഹർജിയിലെ വാദം. PP ദിവ്യയുടെ ഫോൺ ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്നും ഹർജിയിൽ ആവശ്യപ്പെടുന്നു. കുറ്റപത്രത്തിലെ 13 പിഴവുകൾ ചൂണ്ടിക്കാട്ടിയാണ് നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ കോടതിയെ സമീപിച്ചത്. അന്വേഷണ ഉദ്യോഗസ്ഥൻ പിന്നീട് CPM സ്ഥാനാർത്ഥിയായി ശ്രീകണ്ഠാപുരത്ത് മത്സരിച്ചതും അന്വേഷണത്തിൽ അട്ടിമറിയുള്ളതായി സംശയിക്കുന്നുവെന്നും കോടതിയിൽ വാദം ഉയർന്നിരുന്നു. തലശ്ശേരി ജില്ലാ സെഷൻസ് കോടതിയാണ് ഭാഗിക തുടർ അന്വേഷണത്തിന് ഉത്തരവിട്ടത്. നായർ സമുദായ അംഗങ്ങളുടെ സമഗ്ര വികസനം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന ഇന്റർനാഷണൽ നായർ അസോസിയേഷൻ കോയമ്പത്തൂർ ചാപ്റ്റർ ഉദ്ഘാടനം ചെയ്തു. കോയമ്പത്തൂർ മലയാളി സമാജത്തിന്റെയും കോയമ്പത്തൂർ ശ്രീ അയ്യപ്പ സേവാ സംഘത്തിന്റെയും പ്രസിഡന്റ് KK രാമചന്ദ്രൻ മുഖ്യാതിഥിയായി. ഇന്റർനാഷണൽ നായർ അസോസിയേഷൻ പ്രസിഡന്റ് G മോഹൻ അധ്യക്ഷത വഹിച്ചു. INA തമിഴ്നാട് സ്റ്റേറ്റ് ഹെഡ് KV രാജ്കുമാർ സ്വാഗതം ആശംസിച്ചു. സംഘടനയുടെ വിവിധ പദ്ധതികൾ ജനറൽ സെക്രട്ടറി SS മേനോൻ, ട്രഷറർ RR നായർ എന്നിവർ വിശദീകരിച്ചു. ശില്ലീശ്വര ബാബു നന്ദിയും പറഞ്ഞു. ഇപ്പോൾ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന്റെ റോഡ് ഷോ ആരംഭിക്കുകയാണ്. നേമത്ത് അതിനുള്ള റോഡ് ഷോയ്ക്കുള്ള നടപടികളൊക്കെ പുരോഗമിക്കുകയാണ്. വിവരങ്ങളുമായി അൺഫിലിറ്റ് ഡിസൂസ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്നും. അൺഫിലിറ്റ്, സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നതിന് തൊട്ടു പിന്നാലെ റോഡ് ഷോയുമായി രാജീവ് ചന്ദ്രശേഖർ, വിവരങ്ങൾ. സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടായി കഴിഞ്ഞപ്പോൾ തന്നെ, അതായത് സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നതോടുകൂടി തന്നെ BJPയിലെ പ്രമുഖ സ്ഥാനാർത്ഥികളൊക്കെ തന്നെ തിരുവനന്തപുരത്ത് പ്രധാന മണ്ഡലങ്ങളിലൊക്കെ തന്നെയും ഇവിടെ റോഡ് ഷോ ആരംഭിച്ചിരിക്കുകയാണ്. ഇതിപ്പോൾ ഞാൻ നിൽക്കുന്നത് നേമത്താണ്. നേമം മണ്ഡലം ഉൾപ്പെടുന്ന തിരുമല ജംഗ്ഷനിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഈ തിരുമല ജംഗ്ഷനിൽ നിന്നാണ് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറാണ് നേമത്തെ സ്ഥാനാർത്ഥി. അദ്ദേഹം ഇവിടെ തിരുമല ജംഗ്ഷനിൽ നിന്ന് അല്പസമയത്തിനകം തന്നെ ഇതിന്റെ റോഡ് ഷോ ആരംഭിച്ച് നേമത്തെത്തുന്നു. ഈ റോഡ് ഷോയ്ക്കുള്ള എല്ലാ സജ്ജീകരണങ്ങളും അദ്ദേഹത്തിന് തുറന്ന വാഹനമൊക്കെ ഇവിടെ എത്തി റെഡിയാക്കി സജ്ജമാക്കി വെച്ചിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ രാജീവ് ചന്ദ്രശേഖർ ഇവിടെ എത്തുന്നു. വലിയ രീതിയിലുള്ള അണികളൊക്കെ തന്നെ ഇവിടെ നിരന്നിരിക്കുകയാണ്. കാരണം ഇന്നിപ്പോൾ പ്രഖ്യാപനം നടന്നു. ഇന്ന് ആദ്യ ദിവസമാണ്. അതിന്റെ മലയാളികൾ ഒക്കെ ആരംഭിച്ചിരിക്കുകയാണ്. ഒപ്പം അതോടൊപ്പം തന്നെ രാജീവ് ചന്ദ്രശേഖർ നേമത്ത് അദ്ദേഹത്തിന്റെ റോഡ് ഷോ, അതേ സമയത്ത് തന്നെ വട്ടിയൂർക്കാവ് R ശ്രീരേഖയുടെ റോഡ് ഷോ ആരംഭിക്കുന്നു. V മുരളീധരൻ, കഴക്കൂട്ടത്തെ V മുരളീധരന്റെ റോഡ് ഷോയും ആരംഭിക്കുകയാണ്. അതായത് BJP തിരുവനന്തപുരം ജില്ലയിൽ, കേരളത്തിൽ തന്നെ BJP ഏറ്റവും കൂടുതൽ പ്രതീക്ഷ അർപ്പിക്കുന്ന മണ്ഡലങ്ങളിലൊക്കെ തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് തൊട്ട് പിന്നാലെ റോഡ് ഷോയുമായി വലിയ രീതിയിലൊരു മുന്നേറ്റം ഉണ്ടാക്കാനാണ് BJP ശ്രമിക്കുന്നത്. ഇതിന്റെ ഭാഗമായി ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരുടെ റോഡ് ഷോ ആരംഭിക്കുന്നു അല്പസമയത്തിനകം. അതിനുശേഷം R ശ്രീലേഖയുടെ റോഡ് ഷോ വട്ടിയൂർക്കാവിൽ നിന്നും ആരംഭിക്കുന്നു. BJP ഇന്നിപ്പോൾ 47 സ്ഥാനാർത്ഥികളെ ഒന്നാം ഘട്ടത്തിൽ പ്രഖ്യാപിച്ചു. ഈ 47 സ്ഥാനാർത്ഥികളിലും BJPയുടെ പ്രമുഖരൊക്കെ തന്നെയും ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്ന പ്രമുഖരായൊക്കെ തന്നെയും ഈ ആദ്യ സ്ഥാനാർത്ഥി പട്ടികയിൽ കളനിറങ്ങുകയാണ്. മഞ്ചേശ്വരത്തെ K സുരേന്ദ്രൻ, പാലക്കാട് ശോഭാ സുരേന്ദ്രൻ അടക്കം എല്ലാവരും തന്നെ കളനിറയുകയാണ്. എല്ലായിടത്തും റോഡ് ഷോ പലയിടത്തും തന്നെ ഇന്നു മുതൽ തന്നെ ആരംഭിക്കുന്നു. പ്രചാരണം ആരംഭിക്കുകയാണ്. ഏറെ പ്രതീക്ഷയോടെയാണ് BJP ഇത്തവണ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഏറ്റവും നിർണായകമാണ് BJP സംബന്ധിച്ച് സംസ്ഥാന രാഷ്ട്രീയത്തിൽ. ഓരോ തെരഞ്ഞെടുപ്പിലും BJPക്ക് ഉണ്ടാകുന്ന വോട്ട് ശതമാനത്തിലാണ് നേതൃത്വത്തിന്റെ പ്രതീക്ഷ. കഴിഞ്ഞ ദിവസം ഭരണമുന്നണി വോട്ട് വിജ്ഞാപനം വന്ന നിമിഷങ്ങൾക്കകം തന്നെ CPM-ഉം CPI-യും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു, ഒറ്റഘട്ടമായി പ്രഖ്യാപിച്ചു. അതുകൊണ്ട് തന്നെയാണ് BJP ആ ഒന്നാം ഘട്ടം മുഴുവൻ സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ചില്ലെങ്കിലും ഉറപ്പായ 47 സ്ഥാനാർത്ഥികൾ ഒന്നാം ഘട്ടത്തിൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതായത് കളം നിറയുക, പ്രചാരണ രംഗത്ത് കളം നിറയുക, അത് തന്നെയാണ് BJP ലക്ഷ്യമിടുന്നത്.
മാത്രമല്ല കോൺഗ്രസിന്റെ പ്രഖ്യാപനം ഇന്ന് ആയിട്ടുമില്ല. അതുകൊണ്ട് ഒട്ടും വൈകാതെ ഉറപ്പുള്ള സ്ഥാനാർത്ഥികളെ ആദ്യമേ പ്രഖ്യാപിച്ച് കളം നിറയാനാണ് BJP തീരുമാനിച്ചിരിക്കുന്നതിന്റെ ഭാഗമായാണ് ഇന്നിപ്പോൾ പ്രഖ്യാപനമുണ്ടായതിന്റെ പിന്നാലെ തന്നെ BJP ഇവിടെ എല്ലാ സ്ഥാനാർത്ഥികളും ഏറെക്കുറെ ജയസാധ്യതയുള്ള സ്റ്റാർ കാറ്റഗറിയിൽ പെടുന്ന മണ്ഡലങ്ങളിലൊക്കെ തന്നെയും സ്ഥാനാർത്ഥികൾ റോഡ് ഷോ ആരംഭിക്കുന്നു. ഈ സ്റ്റാർ കാറ്റഗറിയിൽ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയുള്ളത് തിരുവനന്തപുരം ജില്ലയാണ്. അതുകൊണ്ടാണ് അവർ പ്രതീക്ഷയുള്ള 3 മണ്ഡലങ്ങൾ നേമം, വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം ഈ 3ഇടത്തും ഏറെക്കുറെ ഒരേ സമയത്ത് ഈ വേളയിൽ തന്നെയും ഇവരൊക്കെ തന്നെ റോഡ് ഷോയുമായി പോയി അണികളുടെ ഒരു പിൻബലം, ആ അണികളുടെ ഒരു ആവേശമൊക്കെ തന്നെ ഒട്ടും ചോരാതെ തന്നെ കളത്തിലേക്ക് ഇറങ്ങുകയാണ്. തെരഞ്ഞെടുപ്പിന് സജ്ജമാകുകയാണ്. നേമം നമുക്കറിയാം, BJP ഒരിക്കൽ അക്കൗണ്ട് 2016 തുറന്ന മണ്ഡലമാണ്. അക്കൗണ്ട് തുറന്ന മണ്ഡലമായതുകൊണ്ട് തന്നെ BJPക്ക് ഓരോ തെരഞ്ഞെടുപ്പും, അത് ലോക്സഭാ തെരഞ്ഞെടുപ്പായാലും തദ്ദേശ തെരഞ്ഞെടുപ്പായാലും ഒക്കെ തന്നെയും BJPക്കുള്ള വോട്ടിന്റെ ശതമാനം കൂടുന്നു. BJPക്ക് ഏറ്റവും കൂടുതൽ വേരോട്ടമുള്ള മണ്ണാണ് നേമവും വട്ടിയൂർക്കാവും. കഴക്കൂട്ടം അതുപോലെ തന്നെയാണ്. നേമം ഏറ്റവും കൂടുതൽ സ്റ്റാർ കാറ്റഗറിയിലുള്ള ഏറ്റവും കൂടുതൽ ദേശീയ തലത്തിൽ പോലും BJP കണ്ണും കാതും കുറിപ്പിച്ചിരിക്കുന്ന ഒരു മണ്ഡലമാണ് നേമം. അതുകൊണ്ട് തന്നെ സംസ്ഥാന അധ്യക്ഷൻ നേരിട്ട് കളത്തിലിറങ്ങുന്നു എന്നൊരു പ്രത്യേകത കൂടി നേമം മണ്ഡലത്തിലുണ്ട്. ഇക്കുറി ജയമല്ലാതെ മറ്റൊന്നും ഉണ്ടാവുകയില്ല. അന്ന് 2016 പൂട്ടിയ അക്കൗണ്ട് 2026 രാജീവ് ചന്ദ്രശേഖരുടെ അക്കൗണ്ട് വീണ്ടും തുറക്കുമെന്ന ആത്മവിശ്വാസം അത് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് BJP നേമത്തെ സംസ്ഥാന അധ്യക്ഷൻ കളത്തിലിറങ്ങുന്നത്. മാറാത്തതിനെയും മാറുമെന്ന പ്രചാരണം ഇടതു മുന്നണിയാലും വലതു മുന്നണിയാലും അവർ ഒന്നാണ്, രണ്ടല്ല, അങ്ങനെ ഒരു പ്രചാരണ തന്ത്രവും പ്രചാരണ വാക്യവുമാണ്. അതൊരു സ്ലോഗനാക്കിയാണ് ഇത്തവണ NDA സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കളം നിറയുന്നത്. ഇടതു വലതു മുന്നണികൾ അവരൊരു ഇന്ത്യ സഖ്യമാണ് എന്ന രീതിയിലൊരു പ്രചാരണം കൊടുക്കുന്നു. കേരളത്തിൽ മാറാത്തത് മാറണമെങ്കിൽ BJP അധികാരത്തിൽ വരണമെന്ന പ്രചാരണം മുഴക്കിയാണ് ഇന്നിവർ ഇവിടെ കളത്തിലിറങ്ങുന്നത്. പ്രഖ്യാപനം വന്നു. സ്ഥാനാർത്ഥികളുടെ ആദ്യഘട്ട പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ്. തലസ്ഥാന നഗരത്തിൽ BJPക്ക് ഏറ്റവും കൂടുതൽ പ്രതീക്ഷയുള്ള മണ്ഡലത്തിൽ തന്നെ തുടങ്ങുകയാണ്. ആദ്യ റോഡ് ഷോ BJP സംസ്ഥാന അധ്യക്ഷൻ പ്രചാരണത്തിന് നിൽക്കുന്ന നേമത്ത് തന്നെ തുടങ്ങുകയാണ്. വലിയ ആവേശം ഇവിടെ നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നു. തിരുമല ജംഗ്ഷനിൽ നിന്ന് അല്പസമയത്തിനകം തന്നെ അദ്ദേഹം ഇവിടെ എത്തുന്നു. പ്രവർത്തകർ അദ്ദേഹത്തിന്റെ റോഡ് ഷോയ്ക്കായി വളരെ നേരത്തെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. എന്തായാലും അല്പസമയം കഴിയുമ്പോൾ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ രാജീവ് ചന്ദ്രശേഖർ BJP സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ നേമത്ത് റോഡ് ഷോ ആരംഭിച്ചിരിക്കുന്നു. BJP സ്ഥാനാർത്ഥി R. ശ്രീലേഖ
റോഡ് ഷോ ആരംഭിക്കാൻ പോകുകയാണ്. അതിനുള്ള തയ്യാറെടുപ്പുകളൊക്കെയാണ് തത്സമയമാണ് പ്രേക്ഷകർ കണ്ടത്. അതിനു മുൻപ് ആ ശ്രീലേഖ ഞങ്ങളുടെ പ്രതിനിധിയുമായി സംസാരിച്ചു. അതിലേക്ക് എല്ലാവരും ഉറ്റുനോക്കുന്ന മണ്ഡലമാണ് വട്ടിയൂർക്കാവ് മണ്ഡലം. നമ്മളോടൊപ്പം അവിടുത്തെ BJP പ്രതിനിധിയായ ആർ ശ്രീലേഖ കൂടി ചേരുന്നുണ്ട്. വീണ്ടും ഒരു തിരഞ്ഞെടുപ്പ്, തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വിജയ ആഹ്ലാദത്തിന് ശേഷം കുറച്ച് മാസങ്ങൾക്കിപ്പുറമാണ് പുതിയൊരു തിരഞ്ഞെടുപ്പ് വീണ്ടും വരുന്നത്. ഈ ഒരു സ്ഥാനാർത്ഥിത്വം പ്രതീക്ഷിച്ചത് എനിക്ക് കിട്ടും, ഇങ്ങനൊരു സ്ഥാനാർത്ഥിത്വം എനിക്ക് വരും എന്നുള്ള ഒരു സൂചന എനിക്ക് ലഭിച്ചിരുന്നു. അതുകൊണ്ട് അപ്രതീക്ഷിതമല്ല, പക്ഷേ വളരെയധികം സന്തോഷമുണ്ട്. ഇങ്ങനെ പരിഗണിക്കുമോ ഇല്ലയോ, കേന്ദ്ര നേതൃത്വം എന്ത് പറയുന്നൊന്നും അറിഞ്ഞില്ലല്ലോ. അപ്പോൾ ഇന്നല്ലേ അത് പുറത്തു വന്നത്. അതുകൊണ്ട് വളരെയധികം സന്തോഷം. എന്നിൽ അർപ്പിച്ച വിശ്വാസം അത് ഞാൻ പൂർണ്ണമായിട്ടും 100% ആത്മാർത്ഥതയോടുകൂടി പൂർത്തീകരിക്കും. എൻ്റെ എല്ലാ വിധത്തിലുള്ള എഫേർട്ടും എടുത്തുകൊണ്ട് ഞാൻ ഈ പ്രചാരണത്തിൽ മത്സരിക്കും. എനിക്ക് ജയിച്ചു വരും എന്നാണ് എൻ്റെ പ്രതീക്ഷ. തദ്ദേശ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ മേയർ പദവിയുമായി കൂട്ടി വായിച്ച പേരാണ് ആ ശ്രീലേഖ എന്നുള്ളത്. അതിനുശേഷം ഒരുപാട് വിവാദങ്ങൾ. ഈ വിവാദങ്ങൾക്കിപ്പുറം ആ ഒരു സമയത്ത് തന്നെ ഈ വട്ടിയൂർക്കാവിൽ മത്സരം വരുമ്പോൾ ആർ ശ്രീലേഖയെ പരിഗണിക്കുമെന്ന ചോദ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ താങ്കൾ വ്യക്തമാക്കിയത് വരുന്ന തെരഞ്ഞെടുപ്പിൽ വീണ്ടും മത്സരിക്കാൻ താൻ വിചാരിക്കുന്നില്ല എന്നുള്ള കാര്യമാണ് വ്യക്തമാക്കിയിരുന്നത്. പക്ഷേ ഇപ്പോൾ സ്ഥാനാർത്ഥിയായിരിക്കുകയാണ്. അത്തരത്തിലൊരു മാറ്റം എന്തുകൊണ്ട്? അത് എന്നോട് പാർട്ടി നേതൃത്വം പറഞ്ഞാൽ അനുസരിക്കാൻ ഉള്ള ബാധ്യത ഒരു പാർട്ടി വർക്കർ എന്നുള്ള നിലയിൽ എന്നിൽ നിക്ഷിപ്തമായതുകൊണ്ട് ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് പാർട്ടി പറയുകയാണെങ്കിൽ മത്സരിക്കണം എന്നൊരു സൂചന തന്നിരുന്നു. പിന്നെ ബാക്കി മേയറുടെ കാര്യം ഞാൻ പറഞ്ഞു മടുത്തതാണ്. അത് വീണ്ടും ഓരോ പത്രക്കാരോട് വിശദീകരിക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടാണ്. ഒരു തദ്ദേശ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ അങ്ങനെ ഒരു വാക്ക് എനിക്ക് തോന്നി അങ്ങനെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് മേയറെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് ഞാനും കൂടെ ഉൾപ്പെട്ടിട്ടുള്ള ഒരു കമ്മിറ്റിയാണ് മേയർ VV രാജേഷിനെ തിരഞ്ഞെടുത്തത്. അപ്പോൾ അതിനുശേഷം ഒരു പുറകോട്ട് കുറച്ച് സമയം ഞാൻ നിന്നെങ്കിലും പിന്നീട് പൂർണ്ണമായിട്ട് ഒരു കൗൺസിലർ എന്നുള്ള രീതിയിൽ ഞാൻ കഴിഞ്ഞ 2 മാസമായിട്ട് സേവനം ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം എന്തുമാത്രം നല്ല കാര്യങ്ങളാണ് ഞാൻ എൻ്റെ ശാസ്തമംഗലം വാർഡിൽ തന്നെ ചെയ്തിരിക്കുന്നത് എന്നുള്ളത്. എന്തുമാത്രം നല്ല കാര്യങ്ങളാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ തിരുവനന്തപുരത്തിന് വേണ്ടി ചെയ്തിരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അതിൻ്റെ ഒരു അടുത്ത പടിയായിട്ടാണ് ഈ ഒരു തെരഞ്ഞെടുപ്പ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ പാർട്ടി എന്നോട് നിർദ്ദേശിച്ചു, മത്സരിക്കാൻ പറഞ്ഞു, ഞാനത് അനുസരിക്കുന്നു, അത്രയേ ഉള്ളൂ. കരുത്തരായിട്ടുള്ള എതിരാളികളാണുള്ളത്. K മുരളീധരൻ ആണെങ്കിലും VK പ്രശാന്ത് ആണെങ്കിലും എത്രത്തോളമാണ് വിജയപ്രതീക്ഷ? കരുത്തരാണ് എതിരാളികൾ എന്നുള്ള അറിവ് എനിക്കുണ്ട്. അവർ രണ്ടുപേരും വളരെ പ്രഗത്ഭരാണ്, ഒരുപാട് മത്സര രംഗത്ത് മത്സരിച്ച് വിജയിച്ചിട്ടുള്ളവരാണ്. പക്ഷേ എനിക്ക് എൻ്റെ പിന്തുണയ്ക്ക് നിൽക്കുന്നത് എൻ്റെ 33 വർഷത്തെ ജനസേവനം, ഒരു പോലീസ് ഓഫീസർ എന്നുള്ള നിലയിൽ ഞാൻ ചെയ്തിട്ടുള്ള പ്രവൃത്തികൾ, അത് ജനം അംഗീകരിക്കുന്നുണ്ട്. കൂടാതെ ഈ പാർട്ടിക്ക് കിട്ടുന്ന അംഗീകാരം, ഭാരതീയ ജനതാ പാർട്ടിക്ക് ജനങ്ങളിൽ നിന്നും ലഭിക്കുന്ന ഒരു വലിയ അംഗീകാരമുണ്ട്. അപ്പോൾ മാറ്റം വേണം, വികസനം വേണം എന്ന് ആഗ്രഹിക്കുന്ന പലരും പാർട്ടിക്ക് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും വോട്ട് ചെയ്യും. അതോടൊപ്പം ഞാൻ എന്ന വ്യക്തി ഒരു കറകളഞ്ഞ അഴിമതി ഇല്ലാത്ത ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ആത്മാർത്ഥമായിട്ട് സേവനം ചെയ്യും എന്നുള്ള വിശ്വാസം അവർക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെനിക്ക് വോട്ട് ചെയ്യും എന്നുള്ള. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വിജയം ആവർത്തിക്കും? തീർച്ചയായിട്ടും അതിനേക്കാളും കുറച്ചും കൂടെ നല്ല രീതിയായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലാവിധ ആശംസ. താങ്ക് യു. അതുതന്നെയാണ് പറയുന്നത്. വലിയ വിജയ പ്രതീക്ഷയാണ് ആ ശ്രീലേഖ നമ്മളോടൊപ്പം പങ്കുവച്ചത്. ക്യാമറാമാൻ വിഷ്ണുവിനൊപ്പം ദേവിക ചന്ദ്രൻ, അമൃത ന്യൂസ്, തിരുവനന്തപുരം.